ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വഴി അടയ്ക്കുന്നവരുടെ വഴി ദൈവം അടയ്ക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കുചേർന്നപ്പോൾ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ സംഭവിച്ച നിരവധി അത്ഭുതങ്ങളിൽ ചിലത് അവർ എഴുതി അറിയിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ അമ്മയ്ക്ക് 86 വയസ്സ് പ്രായമുണ്ട്. നല്ല കൂനുണ്ടായിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള കൂനായിരുന്നു എൻ്റെ അമ്മയുടേത്. കാലിൻ്റെ ഒടുകിൻ്റെ വശം മുമ്പോട്ട് വളഞ്ഞിട്ട് നേരെ നിൽക്കാൻ പറ്റാത്ത വിധം വളഞ്ഞാണ് എൻ്റെ അമ്മയുടെ സ്ഥിതി ഉണ്ടായിരുന്നത്. കൂടാതെ ഏത് ഭക്ഷണം കഴിച്ചാലും പിടിക്കില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 മണിക്ക് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്ത അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ആരാധനയിൽ കൂടി ഞങ്ങൾ യേശുവിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു, കൂനുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കൂന് മാറിയെന്ന്. ആരാധന കഴിഞ്ഞ് എൻ്റെ അമ്മ എഴുന്നേറ്റ് നടന്നപ്പോൾ നേരെ നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. നേരം വെളുത്ത് ഞാൻ അമ്മയെ കുളിപ്പിച്ചപ്പോൾ ഒടുവിലെ വളഞ്ഞിരുന്ന അവസ്ഥ നേരെ ആയിരിക്കുന്നതായും കൂന് പരിപൂർണമായി വിട്ടുപോയിരിക്കുന്നതായും കണ്ടു. കൂടാതെ വയറിന്റെ അസുഖവും മാറി. ഈ സാക്ഷ്യം യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കൂനിയായിരുന്ന 86 വയസ്സുള്ള ഒരു വ്യക്തിയെ ഈശോയുടെ നാമത്തിൽ അത്ഭുതകരമായി വിടുവിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഈ വ്യക്തി സാക്ഷ്യമായി എഴുതി അറിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്തും ഇന്നും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് ഓരോരുത്തരും അവരവരുടെ വേദനകളും അവരവരുടെ ദുഃഖങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിങ്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ അതിശയ ശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണിതർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, രോഗത്താൽ തളർന്നിരിക്കുന്നവരിൽ നിന്ന് തളർച്ച യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഓടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവമക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുർശക്തികളും ദുർഭൂതങ്ങളും ദുർബാധകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ വചനം കേട്ട് അങ്ങയുടെ മക്കൾ നിത്യരക്ഷ പ്രാപിക്കാൻ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുർഭൂതങ്ങളെയും പൈശാചിക പീഡകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴി അടയ്ക്കുന്നവരുടെ വഴി കർത്താവ് അടയ്ക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. സാവൂളിന്റെ കുടുംബം അടിക്കടി ക്ഷയിച്ചു വന്നു. ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഇന്നലകളിൽ ദൈവമക്കളുടെ വഴി അടച്ചതിന്റെ പാപമില്ലേ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാത്ത, എത്ര ശ്രമിച്ചിട്ടും ഉയർച്ചയില്ലാത്ത, എന്നും എപ്പോഴും അധോഗതിയുടെ ബന്ധനത്തിൽ കിടക്കുന്ന ഓരോ മകനും മകളും നന്നായിട്ട് ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഇന്നലകളിൽ ഞാൻ ഏതെങ്കിലും വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ ഉയർച്ചയ്ക്കുള്ള വഴി അടച്ചു കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ 2 ദൈവമക്കളുടെ ചരിത്രം കൊടുത്തിട്ടുണ്ട്.
സാമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിലും രണ്ടാമത്തെ പുസ്തകത്തിലുമായി സാവൂൾ എന്ന ദൈവ പൈതലിന്റെയും ദാവീദ് എന്ന ദൈവ പൈതലിന്റെയും ചരിത്രം കൊടുത്തിട്ടുണ്ട്. ദൈവം സാവൂളിനെയാണ് ആദ്യം വിളിച്ചത്, ആദ്യം അഭിഷേകം ചെയ്തു, ആദ്യം ജനത്തിന്റെ രാജാവാക്കി, എല്ലാ നന്മകളും നൽകി, അടിക്കടി അടിക്കടി ഉയർത്തി 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 രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സാവൂള് പല തവണ മത്സരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ഒരുപാട് അപഭ്രംശങ്ങൾ സാവൂളിന്റെ ജീവിതത്തിൽ സംഭവിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ദാവീദ് എന്നൊരു ചെറിയ പൈതലിനെ അഭിഷേകം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ സാവൂളിന് ഈ പുതിയ ദൈവ പൈതലിനോട്, ദാവീദിനോട് കടുത്ത അസൂയയായി, കടുത്ത മാത്സര്യമായി, കടുത്ത ശത്രുതയായി. അത് വർദ്ധിച്ച് ദാവീദിനെ ഉന്മൂലനം ചെയ്യണമെന്ന് വരെ ചിന്തിക്കാൻ സാവൂളിനെ അത് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിലും 17-ാമത്തെ അധ്യായത്തിലും ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അതിൽ 1 സാമുവേൽ 18-ാം അധ്യായം 11-ാം തിരുലിഖിതം. സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ദാവീദ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അവന്റെ ജീവൻ രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ സാവൂളിന്റെ മനസ്സിൽ ദാവീദിനെ കൊന്നു കുഴിച്ചു മൂടണമെന്ന ചിന്ത രൂഢമൂലമായിരുന്നു. വീണ്ടും സാമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ദാവീദിനെ കൊന്നു കളയണമെന്ന് സാവൂൾ ജോനാഥനോടും സൈന്യനിരകളോടും കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സാവൂളിന്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള ചിന്ത, ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ദാവീദിനെ കാണുമ്പോൾ സാവൂളിന്റെ ഒരേ ഒരു ചിന്ത, എങ്ങനെയെങ്കിലും ഈ ഭൂമുഖത്ത് നിന്ന് ദാവീദിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളത് തന്നെ. സാവൂള് ദാവീദിന്റെ വഴി അടയ്ക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ വഴി അടയ്ക്കാൻ ആരുദ്യമിക്കുന്നോ അവരുടെ വഴി ദൈവം അടയ്ക്കും. സാവൂളിനെ ആ ഒരു ദുർഗതിയാണ് പിന്തുടർന്നത്. സാവൂള് പിന്നീട് പോകുമ്പോൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം കാല് പഴയ്ക്കുകയാണ്. ചെല്ലുന്ന സ്ഥലത്തെല്ലാം പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ വർദ്ധിച്ച് അവസാനം ഫിലിസ്തീനുമായ യുദ്ധത്തിൽ ദയനീയമായ പരാജയമുണ്ടായി. ആ പരാജയ രംഗത്ത് നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞോടുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം ശത്രുകരങ്ങളിൽ നിബന്ധിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ ഗിൽബോവ പർവ്വത കുന്നുകളിൽ അദ്ദേഹം ഒരു സാഹസം ചെയ്തു. സ്വന്തം വാളുകുത്തി നിർത്തി ഗിൽബോവ പർവ്വതത്തിൽ വെച്ച്, ഗിൽബോവ കുന്നിൽ വെച്ച് സ്വന്തം വാളുകുത്തി നിർത്തി ആ വാളിന്റെ മുകളിൽ അവൻ കമിഴ്ന്നു വീണു. ഇതാ അവന്റെ ഉദരം പിളർന്ന് കുടൽമാലകൾ പുറത്തു ചാടി, ചോര ധാരധാരയായി ഒഴുകി. ആ ചോരയിൽ പൂണ്ട് കിടന്ന് കുടൽമാലകളെല്ലാം പുറത്തു ചാടി കിടക്കുന്ന അവൻ വേദന കൊണ്ട് നീറാൻ തുടങ്ങി. ആ വഴി വന്നൊരു അമലേക്കിനോട് അവൻ പറഞ്ഞു, ഇതാ ഞാൻ വേദന കൊണ്ട് നീറുന്നു, എന്റെ ജീവനോ പോകുന്നുമില്ല, ദയവ് ചെയ്ത് വാളൂരി എന്നെ വെട്ടിക്കൊന്നാലും. ഇതാണ് ദൈവാഭിഷേകം ചെയ്ത ആദ്യത്തെ രാജാവിന്റെ അവസാനത്തെ ആഗ്രഹം. ഇതാണ് സാവൂളിന്റെ അന്ത്യരംഗം. എന്താ ഇതുപോലെ ദുർഗതിക്ക് കാരണമായി തീർന്നത്? ദൈവാഭിഷേകം ചെയ്ത മറ്റൊരു ദൈവ പൈതലിന്റെ വഴി അടയ്ക്കാൻ വേണ്ടി അവന്റെ ജീവിതത്തിലെ സമയങ്ങളും അവന്റെ ജീവിതത്തിലെ ഊർജവും അവന്റെ ജീവിതത്തിലെ പണവും അവന് ദൈവം നൽകിയ സാധ്യതകളെല്ലാം അവൻ മറ്റൊരു ദൈവത്തിന്റെ വഴി അടയ്ക്കാൻ വേണ്ടി അവൻ ചെലവഴിച്ചു. എന്നാൽ ദാവീദാകട്ടെ അടിക്കടി ഉയർന്നു വന്നു. പിന്നീട് അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? 2 സാമുവേൽ 3-ാം അധ്യായം 1-ാം വാക്യം, ദാവീദിന്റെ കുടുംബം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു വന്നു, സാവൂളിന്റെ കുടുംബം അടിക്കടി ക്ഷയിച്ചു വന്നു. കാരണം വഴി അടയ്ക്കാൻ ശ്രമിച്ചവന്റെ കുടുംബമാണത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ. വഴി അടയ്ക്കുന്നവന്റെ വഴി ദൈവം അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരു അനുഭവം വിശുദ്ധ ലിഖിതങ്ങളിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം. അവിടെ 2 ദൈവമക്കളെ ഈ വിശുദ്ധ ലിഖിതം പരിചയപ്പെടുത്തുകയാണ്. ഒരാളുടെ പേരാണ് ഹാമാൻ, അടുത്തയാളുടെ പേരാണ് മൊർദെഖായി. ഹാമാനാണ് ആദ്യം ഉയർന്നത്. അവൻ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയായി രാജ്യത്ത് ഉയർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാജ്യത്ത് ദൈവം സ്നേഹിക്കുന്ന മറ്റൊരു ദൈവ പൈതലിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പേരാണ് മൊർദെഖായി.
ഹാമാന് മൊർദെഖായിയെ കണ്ടപ്പോൾ വലിയ അസ്വസ്ഥത. അവന് എന്ത് കിട്ടിയാലും സമാധാനമില്ല. അവൻ ഒറ്റ ഒരു ആഗ്രഹം മാത്രം, മൊർദെഖായിയെ എങ്ങനെയെങ്കിലും വകവരുത്തണം, മൊർദെഖായിയെ ഉന്മൂലനം ചെയ്യണം. മൊർദെഖായിയുടെ വഴി അടയ്ക്കാൻ വേണ്ടി വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന ഹാമാനെയാണ് വിശുദ്ധ ലിഖിതത്തിൽ എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 9 മുതൽ 14 വരെ തിരുലിഖിതങ്ങളിൽ കാണുന്നത്. അങ്ങനെ വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി സ്വന്തം ഭവനത്തിന്റെ മുറ്റത്ത് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കി. ആ കഴുമരത്തിൽ മൊർദെഖായിയെ തൂക്കിയിട്ട് കൊല്ലണമെന്നാണ് ഹാമാന്റെ നിശ്ചയം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ ദൈവ പൈതലിന്റെ വഴി അടയ്ക്കാൻ വേണ്ടി ഉദ്യമിച്ചവന്റെ വഴി കർത്താവ് അടച്ചു കളഞ്ഞു. ആ കൊലമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിയിട്ട്, അവന്റെ വീട്ടുമുറ്റത്ത് തൂക്കിയിട്ട് അവനെ വധിച്ച സംഭവമാണ് എസ്തേറിന്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നത്. ദൈവ പൈതലിന്റെ വഴി അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ അവന്റെ വഴി തന്നെ അടഞ്ഞുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴി അടയ്ക്കുന്നവന്റെ വഴി ദൈവം അടയ്ക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഞാനും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം എനിക്കും നിങ്ങൾക്ക് നൽകിയ കഴിവ് ഉപയോഗിച്ച്, ദൈവം എനിക്കും നിങ്ങൾക്ക് നൽകിയ സാധ്യത ഉപയോഗിച്ച് ഞാനും നിങ്ങളും മറ്റു ദൈവമക്കളെ വളർത്തുകയാണോ, അതോ അവരുടെ വഴി അടയ്ക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തം ഓഫീസിൽ നമ്മോട് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകര് ഞാനും നിങ്ങളും വഴി എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഒരുക്കി അവരുടെ ജോലി നഷ്ടപ്പെടുന്ന ഇട വന്നിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഉപജീവന മാർഗം ഞാനും നിങ്ങൾ തടഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ രംഗത്ത് ഞാനും നിങ്ങളും ആരുടെയെങ്കിലും ഭാവി തകർത്ത് കളഞ്ഞിട്ടുണ്ടോ? അവരുടെ സൽപ്പേര്, അവരുടെ ഉയർച്ച, അവരുടെ മേൽഗതി, അവരുടെ പ്രമോഷൻ തടഞ്ഞിട്ടുണ്ടോ? ഒരു കുടുംബത്തിൽ കൂടപ്പിറപ്പുകൾ തമ്മിലാണെങ്കിലും ഈ ഒരു വഴി തടയുന്ന പ്രകൃതം കർത്താവ് അംഗീകരിച്ചിട്ടില്ല. പൂർവ്വപിതാവായ ജോസഫിന്റെ ചരിത്രം എടുക്കുക. യാക്കോബ് എന്ന പൂർവ്വപിതാവിന്റെ ഭവനത്തിൽ ധാരാളം മക്കളുണ്ടായിരുന്നു. അതിൽ ചെറിയ ഒരു പൈതലായിരുന്നു ജോസഫ്. ജോസഫ് നീതിമാനും ദൈവത്തിന് പ്രിയങ്കരനുമായിരുന്നു. അങ്ങനെ ജോസഫ് വളർന്നു വരുമ്പോൾ ദൈവം അവന് ചില സ്വപ്നങ്ങൾ കൊടുത്തു. അവന്റെ അപ്പൻ അവന് ചില വസ്ത്രങ്ങളൊക്കെ നെയ്തു കൊടുത്തു. അങ്ങനെ അവൻ ദൈവത്തിന്റെയും കുടുംബത്തിന്റെയും പിതാവിന്റെ എല്ലാം പ്രീതി വളർന്നു വരികയാണ്. എന്നാൽ അവന്റെ കൂടപ്പിറപ്പുകൾക്ക്, അവന്റെ സഹോദരങ്ങൾക്ക് അവനോട് കടുത്ത അമർഷം, കടുത്ത ശത്രുത, അവനെ കൊല്ലണമെന്ന് തോന്നി. അവർ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവര് പരദേശികൾക്ക് വിറ്റു. അവനെ അടിമയായി പരദേശങ്ങളിലേക്ക് പ്രവാസിയായി അവനെ അയച്ചു. ജോസഫിന്റെ വഴി അടയ്ക്കുന്ന സഹോദരന്മാരെയാണ് നമ്മുടെ കൺമുമ്പിൽ വരച്ചു കാട്ടുന്നത്. കൂടപ്പിറപ്പിന്റെ വഴി അടയ്ക്കുന്ന സഹോദരങ്ങള്. എന്നാൽ വഴി അടയ്ക്കുന്നവരുടെ വഴി അടഞ്ഞു പോകും. ഇതാ ജോസഫിന്റെ വഴി കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്ന് ജോസഫ് ഈജിപ്തിൽ ഫറവ കഴിഞ്ഞാൽ അടുത്ത അധികാരി എന്ന വിധത്തിൽ ഈജിപ്തിൽ പരമോന്നത അധികാരിയായി അവൻ ഉയർത്തപ്പെട്ടു. എന്നാൽ ജോസഫിന്റെ വഴി അടയ്ക്കാൻ വേണ്ടി നിന്നിരുന്നവരുടെ വഴികൾ കർത്താവ് അടച്ചു കളഞ്ഞു. അവർ ദുരിതത്തിലകപ്പെട്ടു, അവർ ക്ഷാമത്തിലകപ്പെട്ടു, അവർ പട്ടിണിയിലകപ്പെട്ടു, അവർ അപമാനത്തിലകപ്പെട്ടു. അവരുടെ വഴികൾ അടഞ്ഞുപോയ സാഹചര്യമാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഴി അടയ്ക്കുന്നവരുടെ വഴി കർത്താവ് അടയ്ക്കും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 49-ാം തിരുലിഖിതം, അവിടെ ശ്ലീഹന്മാർ യേശുക്രിസ്തുവിന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ യേശുവിനോട് പറയുകയാണ്. യോഹന്നാൻ പറഞ്ഞു, ഗുരോ, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ വഴിയിൽ കണ്ടു. അവൻ ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു അതിൽ സന്തോഷിച്ചില്ല, യേശു അതിൽ ആനന്ദിച്ചില്ല. യേശു അവരോട് പറഞ്ഞു, അവരെ തടയണ്ട. മറ്റൊരാളുടെ വഴി തടസ്സപ്പെടുന്നത് കർത്താവ് അംഗീകരിക്കുന്നില്ല, കർത്താവിന് അത് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും പല ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന്റെ പിന്നിൽ ഒരുപക്ഷെ ഇന്നലകളിൽ നമ്മുടെ കൂടപ്പിറപ്പുകളുടെ വഴി തടഞ്ഞതിന്റെ, നമ്മുടെ സഹപ്രവർത്തകരുടെ വഴി അടച്ചു കളഞ്ഞതിന്റെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും വഴിയും ഉപജീവന മാർഗങ്ങളിലും അടച്ചു കളഞ്ഞതിന്റെ പരിണത ഫലമല്ലേ എന്ന് ആത്മശോധന ചെയ്യണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഠിനമായ ഒരു അന്ധകാര പീഡയെ ആട്ടിപ്പായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലകളിൽ വഴി തടഞ്ഞതിന്റെ പാപഭാരം ഏറ്റുപറഞ്ഞ് നീക്കം ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം, രണ്ടു കരങ്ങളും തുറന്നു പിടിക്കാം. എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ഞാനോ എന്റെ കുടുംബാംഗങ്ങളോ ആരുടെയെങ്കിലും വഴി തടഞ്ഞിട്ടുണ്ടോ?
ആരുടെയെങ്കിലും ഉയർച്ച തടഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും മേൽഗതി തടഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും ജോലി തടഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും പ്രമോഷൻ തടഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും അഭിവൃദ്ധി തടഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും സൽപ്പേര് നശിപ്പിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ വഴി അടച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വഴി വന്നുപോയ ഓരോ കുറവിനെ ഓർത്ത്, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വഴി അടയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയ ഓരോ അവസരങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഉന്നത ശക്തി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും തകരട്ടെ. അത്ഭുത വിടുതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മകളും പാപങ്ങളും ശാപങ്ങളും അന്ധകാരാധിപത്യങ്ങളും ദുർബാധകളും പൈശാചിക പീഡകളും ഈശോയുടെ ഉന്നത നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസെക്കിയേലിന്റെ പുസ്തകം 34 അധ്യായം അതിൽ 18 തിരുലിഖിതം. നല്ല മേച്ചിൽ സ്ഥലത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ? മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടി തെളിച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ? ശേഷമുള്ള ജലമെല്ലാം ചവിട്ടിക്കലക്കി കളയണമോ? എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ റോമാലേഖനം 14 അധ്യായത്തിൽ 1 തിരുലിഖിതം. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ലെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. ഇത് ശ്ലീഹ കൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രബോധനമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വഴി അടയ്ക്കുന്നവന്റെ വഴി ദൈവം അടയ്ക്കും. വഴി തുറക്കാൻ വേണ്ടി ഞാനും നിങ്ങളും നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അടഞ്ഞിരിക്കുന്നവരുടെ വഴികൾ തുറന്നു കൊടുക്കുക. എന്നാൽ കുരുട്ടുബുദ്ധി, ദ്രോഹബുദ്ധി, നശീകരണ ബുദ്ധി, ഈ മേഖലകളിൽ നമ്മുടെ ബുദ്ധിയെ ഇരുളടഞ്ഞതാക്കി തീർക്കുന്ന അന്ധകാര ദുർഭൂതങ്ങളുടെ പ്രവർത്തനത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഇന്ന് കുടുംബങ്ങളിൽ മറ്റുള്ളവരെ വഴി അടയ്ക്കുന്നവരായി മാറും. ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഇന്ന് സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരെ വഴി അടയ്ക്കുന്നവരായി മാറും. ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഇന്ന് ഓഫീസുകളിലും രാഷ്ട്രീയ മേഖലകളിലും നമുക്കായി കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും മറ്റുള്ളവരെ വഴി അടയ്ക്കുന്നവരായി മാറും. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഇരുളടഞ്ഞ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിന്റെ അത്ഭുത പ്രവാഹം
ഒരു നവപന്തക്രിസ്താനുഭവമായി ഇതാ ഈ സമൂഹത്തിലേക്ക് കർത്താവ് നൽകുന്നു. ഓ ദൈവമേ, വർഷങ്ങളായി കുരുട്ട് ബുദ്ധിയിലേക്കും ദ്രോഹബുദ്ധിയിലേക്കും നശീകരണ ബുദ്ധിയിലേക്കും എതിർ ചിന്തകളിലേക്കും പിശാച് കെട്ടി വലിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഓരോരുത്തരുടെയും ബുദ്ധിമണ്ഡലത്തിൽ നിന്ന്, ചിന്താമണ്ഡലത്തിൽ നിന്ന്, വികാര വിചാരങ്ങളിൽ നിന്ന് അന്ധകാര ദുർപീഡകൾ യേശുവിന്റെ അത്യത്ഭുത നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പരാജയം, മറ്റുള്ളവരുടെ നാശം, മറ്റുള്ളവരുടെ അധപ്പതനം ഇത് ആഗ്രഹിച്ച് എപ്പോഴും ഹൃദയത്തിൽ അന്ധകാര പീഡ അനുഭവിക്കുന്നവരിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അന്ധകാര പീഡകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി കർത്താവ് നിയോഗിച്ചിട്ട് തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ വഴികളെ അടയ്ക്കാൻ വേണ്ടി സമയങ്ങളും ഊർജ്ജങ്ങളും എല്ലാ നന്മയും കഴിവുകളും അവസരങ്ങളും വിനിയോഗിക്കുന്നവരിൽ നിന്ന് എതിർപീഡകൾ ദുർപീഡകൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. എൻ്റെ പേര് ടോണി, വൈഫിൻ്റെ പേര് ബീന, മകൻ്റെ പേര് ബ്ലസ്സൻ. ഞങ്ങൾ തൃശ്ശൂർ ചേറൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ വളരെ ദുഃഖത്തിലായിരുന്നു. 3 ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു വെരിക്കോസിലിൻ്റെ ഓപ്പറേഷൻ വേണം. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ കഴിച്ചില്ല. അങ്ങനെ 2006 ഏപ്രിൽ 30 ഇവിടെ വന്ന് ധ്യാനം കൂടി. ഒരാഴ്ച ധ്യാനം കൂടി. അങ്ങനെ ധ്യാനത്തിന് വളരെ ബുദ്ധിമുട്ടിയാണ് വന്ന്. വരുന്ന വഴിക്ക് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വൈഫിൻ്റെ കാലും മടങ്ങി വീണു. കാലുമ്മ ഭയങ്കര നീരൊക്കെയായി. ഇവിടെ വന്ന് പെടാൻ ഭയങ്കര പാടുപെട്ടു. അങ്ങനെ ധ്യാനകേന്ദ്രത്തിൻ്റെ പടിക്ക് വന്നിറങ്ങി. ഇവിടെ നടക്കാൻ പറ്റാണ്ട് ഇവിടുത്തെ സിസ്റ്റർ കൗണ്ടറിൽ നിന്ന് വന്ന് പിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ രാജൻ ബ്രദർ കാല് 2 ദിവസം കാലുമ്മ തൈലൊക്കെ ഇട്ട് ഒഴിഞ്ഞു. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിന് ചെന്നു. കൗൺസിലിംഗ് ചെന്നപ്പോൾ ആൻ്റണി ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ കുട്ടികളെ കാണിക്കുന്നു, ഒരു ആൺകുട്ടിയെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2008 ഓഗസ്റ്റ് 5 ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമമങ്കിൽ പുറങ്ങളെന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവിൻ കൂടെയുള്ളതാ. എൻ്റെ പേര് ലിനി, ഭർത്താവിൻ്റെ പേര് ഫ്രാൻസിസ്, മോൻ്റെ പേര് ആൻ്റണി. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 2007 ഒക്ടോബർ മാസം ഇവിടെ വന്ന് ഒരാഴ്ച ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നു. സുവിശേഷത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 7 വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്? 7 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് ഇവർക്ക് മക്കളുണ്ടാകാതെ വിഷമിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഒരു 5 ദിവസം താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് ഇങ്ങോട്ട് വിട്ടത്. അങ്ങനെ കഴിഞ്ഞ 2007 ഒക്ടോബർ മാസത്തിൽ വന്ന് ധ്യാനം കൂടി. പ്രൈസ് ദ ലോർഡ്. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് അവരെ അനുഗ്രഹിച്ച് ഇവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ദാനമാണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും.